സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് മാറാട്ടം എന്ന ചിത്രത്തിലാണ്. ജി അരവിന്ദൻ സംവിധാനം ചെയ്തതാണ്. അതിനുശേഷം സിനിമയെക്കുറിച്ച് ഞാൻ ഒരിക്കലും ചിന്തിക്കാതിരിക്കുകയായിരുന്നു. അഭിനയം തുടരണമെന്നോ അങ്ങനെയൊന്നും ആലോചിക്കാതിരിക്കുന്ന ഒരു കാലത്താണ് ഹരിഹരൻ സാറ് സർഗം എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് എന്നെ വിളിക്കുന്നത്. അന്ന് യൂസഫലി കേച്ചേരിയാണ് അതിൻ്റെ പ്രധാന കവി. അദ്ദേഹമാണ് പ്രധാനമായിട്ടും എന്നെ ഇതിന് നിർബന്ധിച്ച് ഈ കഥാപാത്രം ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുന്ന ഒരാൾ. അപ്പോൾ ഗുരുവായൂർ ഹരിഹരൻ സാറുണ്ടെന്നും അദ്ദേഹത്തിനെ പോയി കാണണമെന്നും കുറേ പെൺകുട്ടികൾക്ക് അവിടെ സ്ക്രീൻ ടെസ്റ്റ് നടക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. ആ കൂട്ടത്തിലാണ് എന്നെയും വിളിച്ചുകൊണ്ട് പോയത്. യൂസഫലി കേച്ചേരി എന്നെയും കൊണ്ട് ഗുരുവായൂരെത്തുന്നു. ഞാൻ അവിടെ ചെന്ന് സാറിനോട് പറഞ്ഞു, എനിക്ക് സിനിമ അഭിനയിക്കാൻ താല്പര്യമില്ല, ഞാനങ്ങനെ ഒരു സിനിമാ നടിയാവാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ സംസാരിച്ചത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. പക്ഷേ ഹരിഹരൻ സാർ പറഞ്ഞത്, സിനിമയിൽ അഭിനയിക്കുകയാണെന്ന് വിചാരിക്കേണ്ട, എല്ലാവരും പുതുമുഖങ്ങളാണ്, അതുകൊണ്ട് വലിയൊരു സൂപ്പർ സ്റ്റാർസിൻ്റെ കൂടെയല്ല അഭിനയം, അപ്പോൾ അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല, സാധാരണ ഒരു കാര്യമായിട്ട് ഒരു കലാകാരി എന്നുള്ള നിലയ്ക്ക് അത് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഒരു വ്യത്യസ്തമായ ഒരു അമ്മയെ അവർ തിരഞ്ഞെടുക്കുകയായിരുന്നു. സ്ഥിരം കാണുന്ന മുഖങ്ങളല്ലാത്ത ഒരു പുതിയ അമ്മയെ ഞങ്ങൾക്ക് മലയാള സിനിമയ്ക്ക് വേണം, അങ്ങനൊരു ആളെ ഞങ്ങൾ ട്രൈ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണ് സിനിമയിലേക്കുള്ള തുടക്കം. ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടിയാണ് സർഗം എന്ന സിനിമയുടെ തിരക്കഥ എഴുതിയിട്ടുള്ളത്. അതിൻ്റെ ചില ഭാഗങ്ങളിൽ MT വാസുദേവൻ നായർ സാർ അത് കറക്റ്റ് ചെയ്തതായിട്ടോ അദ്ദേഹം എഴുതിയ കുറച്ച് വരികളൊക്കെ അതിലുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അഭിനയിച്ച ഭാഗം തന്നെയായിരുന്നു അത്, പ്രത്യേകിച്ചും അവസാന ഭാഗങ്ങൾ. അതായത് ഞാൻ മരിക്കാൻ കിടക്കുന്ന ഒരു രംഗമുണ്ട്, ആ ഭാഗത്ത് എനിക്ക് ഏതാണ്ട് ഒരു ഹാലുസിനേഷൻ പോലെ വന്നിട്ട് കുറേ സംസാരിക്കുന്ന ഭാഗങ്ങളുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങൾ മുഴുവനും MT വാസുദേവൻ നായർ സാറാണ് എഴുതിയിട്ടുള്ളത്. അത് തലേ ദിവസമാണ് അദ്ദേഹം വന്നതും ആ സ്ക്രിപ്റ്റ് അത് കറക്റ്റ് ചെയ്ത ആ ഭാഗങ്ങൾ എഴുതിയതും. പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു, MT എഴുതിയ വരികളാണെന്ന് പറയേണ്ടത്, പഠിച്ചു വെച്ചതെന്നൊക്കെ മറന്നേക്കുമെന്ന് പറഞ്ഞു. എന്നും രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരു തരം ഡ്രാമ സ്കൂൾ പോലെയാണ്. വന്നു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് എടുക്കുക, പഠിക്കുക, ആർക്കും ഒന്നും അറിഞ്ഞൂടെ. എൻ്റെ കൂടെ ഉള്ളത് മനോജ് കെ ജയൻ, രംഭ, ഇപ്പോഴത്തെ അന്നത്തെ അമൃത, പിന്നെ രേണു, അങ്ങനെ വിനീത്, ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു ഡ്രാമ സ്കൂൾ പോലെ ഒരു പുതിയ സ്ഥലത്ത് വന്ന പോലെയുള്ളൊരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ. അങ്ങനെ ആ സ്ക്രിപ്റ്റാണ് ആദ്യം വായിക്കുന്നത്. കയറി ഇറങ്ങി അമ്പലങ്ങളുടെ നടയിലെല്ലാം ഒരിക്കൽ കൂടി മനസ്സുകൊണ്ട് കുമ്പിടുമ്പോൾ, ഈശ്വര, വലിയ ആശ്വാസം. ദീപാരാധനയിൽ തെളിയുന്ന വിഗ്രഹങ്ങൾ, നവരാത്രി മണ്ഡപങ്ങൾ, എല്ലാ പാപങ്ങളും പുറത്ത് എന്നെ ഏറ്റെടുക്കൂ ഭഗവാനെ.